പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു പ്രോബ്ലവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ 15ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു രണ്ടക്ക സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി 2 ഡിജിറ്റ് നമ്പർ എന്ന ഒരു പ്രോബ്ലമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചോദ്യം ഇതാണ്: sum of the digits of 2-digit number is 11. When the digits are interchanged, the new number is 27 more than the original number. Find the number. അതായത് ഒരു രണ്ടക്ക സംഖ്യ, ഈ രണ്ടക്ക സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിജിറ്റ്സുകളുടെ സം, അക്കങ്ങളുടെ തുക 11 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ, ഈ അക്കങ്ങൾ പരസ്പരം തിരിച്ചു ഇട്ടാൽ, അതായത് യൂണിറ്റ് പ്ലേസ് ടൺസ് പ്ലേസ് ആവും, ടൺസ് പ്ലേസ് യൂണിറ്റ് പ്ലേസ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് സംഖ്യ? ചോദ്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു സംഖ്യയിലെ അക്കങ്ങൾ തമ്മിലുള്ള റിലേഷനാണ് തന്നിരിക്കുന്നത്. ഇപ്പം ഏതൊക്കെയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 10, 11, 12, 13 അങ്ങനെ 99 വരെയുള്ള സംഖ്യകളാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. 10, 11, 12, 13, 14 അങ്ങനെ പോയി 99. നമുക്ക് മനക്കണക്കായിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? എങ്ങനെയാ മനക്കണക്കായിട്ട് കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിച്ച് നോക്കിയേ. ഇത്രയും നമ്പറിലുള്ളൂ. സം 11 ആണ്. സം 11 എന്ന് പറയുമ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 1, 9 വന്നാൽ പോലും 9, 10 സം ഓഫ് ഡിജിറ്റ്സ് ഒന്നുള്ളൂ. അപ്പം 1 തുടങ്ങുന്ന ഒന്നുമില്ല. 2 തുടങ്ങുന്നോ? 2, 9, 29. 29 വരുമ്പോൾ 9, 2, 11 സം ഓഫ് ഡിജിറ്റ്സ് 11 ആണ്. അപ്പം 29, പിന്നെയോ 38, 47, പിന്നെയോ 56, പിന്നെയോ 56 കഴിഞ്ഞാൽ 47. അങ്ങനെ ഒന്ന് എടുത്തു നോക്കിക്കേ. അങ്ങനെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഈ സംഖ്യകളിൽ ഏത് സംഖ്യയാണ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടുക? അതിനേക്കാൾ 27 കൂടിയ സംഖ്യ കിട്ടുക. അങ്ങനെ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാം. ഏത് ചോദ്യം കിട്ടിയാലും അങ്ങനെ മനക്കണക്കായി ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മനക്കണക്കായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം. കാരണം രണ്ടക്ക സംഖ്യയാണ്. രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 99 വരെ ഉള്ളൂ. അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് 11 വരുന്ന സംഖ്യകളെ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാം. കൂടുതലൊന്നുമില്ല. എത്ര എണ്ണം വരും? 8 എണ്ണം വരുള്ളൂ അല്ലേ? 8 അല്ല 7 എണ്ണം വരുള്ളൂ. 2 തുടങ്ങുന്നത്, 3 തുടങ്ങുന്നത്, 4 തുടങ്ങുന്നത്, 5 തുടങ്ങുന്നത്, 6 തുടങ്ങുന്നത്, 7 തുടങ്ങുന്നത്, 8 തുടങ്ങുന്നത്, 9 തുടങ്ങുന്നത്. അങ്ങനെ 8 സംഖ്യകളാണ് നമുക്കുള്ളത്. 9 തുടങ്ങുന്നത് പറഞ്ഞാൽ 92. അപ്പോൾ ഈ സംഖ്യകൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ആദ്യത്തെ സംഖ്യ എത്രയാണ്? 2 തുടങ്ങുന്നത് 29. 29 തിരിച്ചിട്ടാൽ 92 വരും. 29നേക്കാൾ 27 കൂടുതലില്ല, 92. ഇനി അടുത്ത സംഖ്യ ആണെങ്കിലോ 38. 38 വരുമ്പോൾ തിരിച്ചിട്ടാൽ 83 വരും. അത് നമ്മളുടെ ഡിഫറൻസ് 27 അല്ല അല്ലേ? ഇനി അടുത്ത സംഖ്യ എടുത്ത് നോക്കുക. ഏതാണ്? 38 കഴിഞ്ഞാൽ 47. 47 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 74 വരും. ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കിയാൽ 74 47 കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 27 കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംഖ്യയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതൊരു എളുപ്പമാർഗമാണ്. പക്ഷെ ഇവിടെ നമുക്ക് 2 വേരിയബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ ആലോചിക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റിലേഷൻ യൂണിറ്റ് പ്ലേസും ടെൻസ് പ്ലേസും തമ്മിലുള്ള റിലേഷനാണ്. ഡിജിറ്റ്സ് തമ്മിലുള്ള റിലേഷനാണ്. സോ ലെറ്റ് us choose യൂണിറ്റ്സ് ഡിജിറ്റ് ആൻഡ് ടെൻസ് ഡിജിറ്റ് ആസ് x and y. അപ്പോൾ here the relation between the digits are given, so we can choose let unit digit x. That is your x. Unit digit x and tens digit. Let the unit digit x, tens digit y എന്ന് കൊടുക്കാം. അപ്പോൾ ഏതായിരിക്കും നമ്പർ? What will be the number? നമ്പർ ഏതായിരിക്കും? ഇപ്പോൾ 32 ആണെങ്കിൽ നമുക്ക് 3 × 10 + 2 എന്ന് എഴുതാം അല്ലേ? 32 ആണ് 2. അതുപോലെ 45 ആണ് 4 × 10. യൂണിറ്റ് പ്ലേസിൽ 2ഉം ടെൻസ് പ്ലേസിൽ 3ഉം ആണെങ്കിൽ 3 × 10 + 2.
45 ആണെങ്കിൽ 4 ടെൻസ് ഉണ്ട്. അപ്പോൾ 4 × 10 + 5. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് നമ്പർ എഴുതാം. അല്ലാതെ നമുക്ക് 32 ഇപ്പോൾ എക്സ് വൈ എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എന്നായി പോകും. വൈ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ വൈ ഇൻറ്റു എക്സ് എന്നാവും. ആ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വി ക്യാൻ റൈറ്റ് ദി നമ്പർ ഇൻ ദീസ് ഫോം. അപ്പോൾ ഇവിടെ ടെൻസ് പ്ലേസ് യൂണിറ്റ് പ്ലേസ് എക്സ്, ടെൻസ് പ്ലേസ് വൈ ആകുമ്പോൾ ടെൻസ് പ്ലേസ് വൈ ആയതുകൊണ്ട് 10y വരും. പിന്നെ അതിനോട് യൂണിറ്റ് ഡീറ്റും കൂടി കൊടുക്കണം. അപ്പോൾ 10y + x is the number. 10y + x is the number. എപ്പോഴാ യൂണിറ്റ് പ്ലേസ് എക്സും ടെൻസ് പ്ലേസ് വൈയും ആണെങ്കിൽ 10y + x ആണ് നമ്പർ. അത്രയും ക്ലിയർ ആയോ? അപ്പോൾ 10y + ഈ രൂപത്തിൽ നമുക്ക് നമ്പർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ എഴുതുമ്പോൾ 10y + x is the number. ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? When the digits are reversed, digits reverse ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ഡിജിറ്റില് y പോകും, ടെൻസ് ഡിജിറ്റിൽ x വരും. അപ്പോൾ നമ്പർ അങ്ങനെ വരും, എക്സും വൈ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വരും. അപ്പോൾ when the digits are interchanged, the new number will be 10x + y. 10y + x എന്ന് പറഞ്ഞാൽ 10x + y എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസും ടെൻസ് പ്ലേസും അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. അപ്പോൾ 45 എന്നുള്ള 54 ആവും. അപ്പോൾ 5 × 10 ആവും. 32 എന്നുള്ള 23 ആവും. ക്ലിയർ ആയില്ലേ? അപ്പോൾ 10x + y is the number. Now അടുത്ത കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ തന്നിരിക്കുന്നത് സം ഓഫ് ദി ഡിജിറ്റ്സ് 11. ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? എക്സും വൈയും ആണ്. അപ്പോൾ 32 എന്ന് പറഞ്ഞാൽ 3 × 2 ആണ് ഡിജിറ്റ്സ്. 3 + 2 9, 5 ആയതുകൊണ്ട്. 45 എന്ന് പറഞ്ഞാൽ 4 + 5, 4 and 5 are digits of 4 + 5 9. ഇവിടെ എക്സും വൈയും ആണ് ഡിജിറ്റ്സ്. അപ്പോൾ x + y 11. It is given in the question. Sum of digits is 11. X + y is equal to 11. That is first equation. Then second equation എന്താണ്? ന്യൂ നമ്പർ, അതായത് when the digits are interchanged, new number is equal to original number plus 27 ആണ് സെക്കൻഡ് കണ്ടീഷൻ. അതായത് ഒറിജിനൽ നമ്പർ 10y + x ആണ്. ന്യൂ നമ്പർ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 10x + y ആണ്. അപ്പോൾ ഈ 10x + y എന്ന് പറയുന്ന ന്യൂ നമ്പർ ആദ്യ നമ്പർ ഒറിജിനൽ നമ്പറായ 10y + x-നേക്കാൾ 27 കൂടുതലാണ്. സോ വി ക്യാൻ റൈറ്റ് 10x + y = 10y + x + 27. അത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷന്റെ രൂപത്തിൽ എക്സ് ടേം വൈ ടേം കോൺസെപ്റ്റ് ആ ക്രമത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 10y ഇപ്പുറത്ത് കൊണ്ടുവരാം, എക്സ് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 10x അടുത്ത സ്റ്റെപ്പ് ഇട്ട് വരുമ്പോൾ 10x + x, ആഡിങ് x comes to this side become subtracting x, and plus y ഇവിടെയുള്ളതാണ്. ആഡിങ് 10y comes to this side become subtracting 10y. ഇവിടെ 10y ആഡ് ചെയ്തിരിക്കാന്നുള്ളത് 10y സബ്ട്രാക്ട് ചെയ്യാനാവും. ഈക്വൽ ടു അതേ സൈഡിൽ we have 27. So we have 10x - x plus y - 10y equal to 27. 10x ന് x കുറച്ചാൽ എത്രയാ? 10x - x എന്ന് പറഞ്ഞാൽ 1x എന്നാണ്. 10x ന് 1x കുറച്ചാൽ 9x. അപ്പോൾ 9x y - 10y ആണ്. 1 - 10 -9. അപ്പോൾ y - 10 സ്മോളർ ചെയ്ത് ഗെറ്റ് കുറച്ചാൽ നെഗറ്റീവ് വരും. y - 10y -9y equal to 27. ഇങ്ങനെ വരുന്ന ഇക്വേഷൻസിൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കളയാം. അതായത് ഇവിടെ 9x-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9y-യെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 27-നെ 9 കൊണ്ട്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് എക്സ് ആ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെങ്കിൽ it is possible that these all terms are divided by 9. So 9x / 9 is x, 9y / 9 is y, and 27 / 9 is 3. So we have another equation, x - y equal to 3. X - y equal to 3. Clear ആയോ? So we have two equations. ഒന്ന് x + y 11, അടുത്ത x - y 3. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു x + y-യും x - y പറയുകയാണെങ്കിൽ x കാണാൻ എന്ത് ചെയ്താൽ മതി? x + y-യും x - y-യും കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ്. അതായത് 11 3 14ന്റെ പകുതി 7. അപ്പോൾ x + y = 11 and x - y = 3. So we have a x equal to എന്ത് ചെയ്താൽ മതി? 11 + 3/2. അതായത് സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്ത് ഹാഫ് എടുക്കുക. അതായത് 7 കിട്ടും. അതുപോലെ y ആണെങ്കിലോ x + y-യും x - y അറിയാമെങ്കിൽ y ആണ്. x + y-യും x - y സബ്ട്രാക്ട് ചെയ്യുക. 11 ൽ 3 സബ്ട്രാക്ട് ചെയ്യുക. 11 ൽ 3 സബ്ട്രാക്ട് ചെയ്തിട്ട് ഹാഫ് എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 8/2, that is 4. സോ യൂണിറ്റ് പ്ലേസ് ആണ് x എന്ന് പറയുന്നത് 7 ആണ്. ടെൻസ് പ്ലേസ് y
അത് 4 ആണ്. അപ്പോൾ ടെൻസ് പ്ലേസും യൂണിറ്റ് പ്ലേസും കിട്ടിയ നമ്പർ ഏതാ? 47. ടെൻസ് പ്ലേസിന്റെ സ്ഥാനത്ത് 4 എന്നും യൂണിറ്റ് പ്ലേസിന്റെ സ്ഥാനത്ത് 7. സോ 47 ഈസ് ദി നമ്പർ. ശരിയല്ലേ? ചെക്ക് ചെയ്യാം. 47 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 74 ആവും. 74 ൽ 47 കുറച്ചാൽ ഈ പറഞ്ഞ 27. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത് എളുപ്പവഴിയിൽ കണ്ടുപിടിക്കുന്ന രീതി, അങ്ങനെയും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. 2 വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യണം? യൂണിറ്റ് വെയിറ്റ് എക്സും ടെൻസ് വെയിറ്റ് വഴി എടുക്കുക. അപ്പോൾ നമ്പർ എഴുതുക. നമ്പർ എഴുതി കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്താൽ കിട്ടുന്ന നമ്പർ പിന്നെ എഴുതി ടെൻസ് പ്ലേസും യൂണിറ്റ് പ്ലേസും അങ്ങനെ മാറ്റി എഴുതിയാൽ മതി. ഈ 2 നമ്പർ തമ്മിലുള്ള റിലേഷൻസ് എഴുതിയിട്ടുണ്ട്. ആദ്യം 2 നമ്പർ തമ്മിലുള്ള റിലേഷൻ 11 ആണ്. സം 11 ആണ്. +11 എഴുതി. രണ്ടാമത് വന്നിരിക്കുന്നത് ന്യൂ നമ്പർ ഈസ് ഒറിജിനൽ നമ്പർ പ്ലസ് 27 ആണ്. അതിൽ നിന്ന് എക്സ് മൈനസ് വൈ പോകുന്നു. എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ അറിയാമെങ്കിൽ 11 3 കൂടെ ആഡ് ചെയ്ത് ഹാഫ് എടുത്തു, എക്സ് കിട്ടി. 11 3 സബ്ട്രാക്ട് ചെയ്ത് ഹാഫ് എടുത്തു, വൈ കിട്ടി. അപ്പോൾ ടെൻസ് ഡിജിറ്റ് 4 യൂണിറ്റ് ഡിജിറ്റ് 7 ആയതുകൊണ്ട് 47 നമ്പർ. സോ ദി ആൻസർ ഈസ് 47. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെയാണ് ഡിജിറ്റ്സിൻ്റെ റിലേഷൻ തന്നു കഴിഞ്ഞാൽ നമ്പേഴ്സ്. ഇതുപോലെയുള്ള പ്രോബ്ലം വേറെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.